കാവുകൾ അല്ലേ, വളരെ പ്രകൃതിയുടെ അനുഗ്രഹീതമായ കാവുകളോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഗാരാധന വളരെ പ്രധാനമായി നമ്മുടെ ക്ഷേത്രാരാധനയുടെ ഭാഗമാണ്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാഗാരാധനയുടെ ഒരു കേന്ദ്രമാണ് നിങ്ങളുടെ ഈ ജില്ലയിൽ അല്ലേ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളാണ് ഏതൊക്കെ? മണ്ണാറശാലയും വെട്ടിക്കോട്. ഇത് രണ്ടും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ദേശവാസികൾ താമസിച്ചു വരും. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിലും നാഗ ദൈവങ്ങൾ വളരെ കൃത്യമായ കാവ് സംരക്ഷിക്കപ്പെട്ട ആ കാവിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ നാഗ ദൈവങ്ങളെ എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്? എന്താണ് നാഗദൈവങ്ങൾ? എന്തിനാണ് ഈ നാഗദൈവത്തെ ആരാധിക്കുന്നത്? എന്തിനാണ്? നമ്മൾ മുമ്പ് പറഞ്ഞു, ഓരോ ദേവനെ ആരാധിക്കുന്നതും ആ ദേവനിലൂടെ ആ ദേവനിലുള്ള ഗുണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരാനാണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. ശിവനെ ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും ദേവിയാണെങ്കിലും ആ ദേവതാ രൂപത്തിലൂടെ ഒരു ഗുണത്തെ നമ്മുടെ ഉള്ളിലേക്ക് പകരാനാണ്. അങ്ങനെയാണെങ്കിൽ നാഗദൈവങ്ങളിലൂടെ എന്ത് ഗുണത്തെ പകരാനാണ്? എന്ത് ഗുണത്തെ പകരാനാണ് നാഗാരാധന നടത്തുന്നത്? ഇനി നമ്മൾ നാഗാരാധനയോടെ പൂജിക്കപ്പെടുന്ന നാഗദൈവങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഇഴജീവികളായിട്ട് ജീവിക്കുന്ന പാമ്പാണോ? ആണോ? ആ സർപ്പമാണോ? ആണോ? ആണോ? നമ്മളിപ്പോൾ ഏറിയ പങ്കും ആൾക്കാർ ശരിയായ നിലയിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ചർച്ച ചെയ്യാതെയും നമ്മുടെ ഒരു ധാരണയ്ക്കനുസരിച്ച് നമ്മളൊരു ഉത്തരം കണ്ടെത്തി അല്ലേ, അതിങ്ങനെ പ്രചരിപ്പിച്ച് ജീവിക്കുന്നവരായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം എന്നാണ്. ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം എന്നാണ്. ക്ഷേത്രത്തിനൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്രം. ക്ഷയത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്തോ അത് ക്ഷേത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ശരീരത്തിലുള്ള, മനസ്സിലായില്ലേ, ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതിന് തുല്യമായ വസ്തുക്കളെയാണ് ക്ഷേത്ര സങ്കല്പമായി നിർണ്ണയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാഗത്തിൻ്റെ സ്ഥാനം എന്താണ് മനുഷ്യ ശരീരത്തിൽ? ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ, ഇപ്പോൾ വിനായക ചതുർത്ഥി വന്നാൽ ഗണപതിയെ പൂജിക്കുക എന്ന് പറഞ്ഞ് പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ കൃത്യമായ നമ്മുടെ ദർശനത്തെ ഉൾക്കൊള്ളാതെ ആനയെ പൂജിക്കുന്നത് ഗണപതി പൂജയാണെന്നൊക്കെ പറഞ്ഞ് ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആനയോ പശുവിനെയോ എന്തിനേയും വേണമെങ്കിൽ നമുക്ക് പൂജിക്കാം. കാരണം എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും അല്ലേ. നമ്മൾ ഇന്നലെ മാതൃപൂജ ചെയ്തു, ഇന്നിപ്പോൾ കുട്ടികളെ പൂജിച്ചു അല്ലേ, കുമാരി പൂജ ചെയ്തു. അതുപോലെ മൃഗങ്ങളെ എന്തിനേയും പൂജിക്കാൻ എല്ലാത്തിനും ഈശ്വരനുണ്ട്. പക്ഷേ ഗണപതി എന്ന് പറയുന്നത് ആന എന്ന അർത്ഥത്തിലല്ല. ഗണപതി ഒരു ഈശ്വര ദൈവികമായ ജ്ഞാനതത്വമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ശരിയായ വശം താന്ത്രികമായി ഇതിൻ്റെ അർത്ഥതലങ്ങളെ അറിയാതെ വരുമ്പോഴാണ് അനർത്ഥങ്ങളായ അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നത്. അപ്പോൾ ഈ നാഗത്തിന് എന്ത് പ്രാധാന്യമുള്ളത് താന്ത്രികമായി ക്ഷേത്ര സങ്കല്പത്തിൽ? ഇനി ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നാഗദൈവത്തിൻ്റെ പ്രതിഷ്ഠ എടുക്കുന്നതൊക്കെ എപ്പോഴും ഇത് ചുറ്റമ്പലത്തിന് പുറത്തായിരിക്കില്ലേ സാധാരണഗതിയിൽ അല്ലേ? സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം നാഗപ്രതിഷ്ഠ ചുറ്റമ്പലത്തിന് പുറത്തായിരിക്കും. മിക്കവാറും ഏതെങ്കിലും മൂല, കന്നിമൂലയിലായിരിക്കും. ഏറ്റവും കൂടുതലും കന്നിമൂല സ്ഥാനത്ത് അല്ലേ, തെക്ക് പടിഞ്ഞാറായിട്ട് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഏത് വരുന്നത്? നാഗദൈവങ്ങളുടെ സ്ഥാനം വരുന്നത്. ശരിയല്ലേ? ആണോ? അപ്പം ചോദിക്കും, മണ്ണാർശാലയിലും വെട്ടിക്കോട്ടും പുറത്തല്ലല്ലോ, അകത്താണ്. ഈ പ്രധാന ക്ഷേത്രങ്ങളിൽ മുഖ്യ ദേവതയായിട്ടുള്ള സ്ഥലങ്ങളിൽ അകത്ത് നാഗദൈവങ്ങളെ പ്രതിഷ്ഠിക്കും. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും നാഗദൈവങ്ങളുടെ സ്ഥാനം ചുറ്റമ്പലത്തിന് പുറത്തായിരിക്കും. ഇവിടെ ഈ പുറത്ത് പ്രതിഷ്ഠിക്കുന്ന ദേവതാ സ്വരൂപങ്ങളിലെ നാഗദൈവങ്ങളെ 3.5 ചുറ്റു വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. 3.5 ചുറ്റ്. ശിരസ് മുതൽ അതിൻ്റെ ഉടല് ചുറ്റി വാല് വരെയുള്ള ഭാഗം എടുത്താൽ ഒരു 3 ചുറ്റും ഒരു കുറച്ച് അല്പം കൂടി ഒരു 3.5 ചുറ്റിലാണ് ആ വിഗ്രഹത്തിൽ നാഗദൈവങ്ങൾ ചുറ്റിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്.
5 തലയും അതിന് കൃത്യമായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? 5 തലയുണ്ടാവും. ഇനി മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന നാഗദൈവങ്ങളാണെങ്കിൽ ആ നാഗദൈവങ്ങൾക്ക് 5 തലയുണ്ടാവും. പക്ഷെ അത് 6.5 ചുറ്റ് വിഗ്രഹമായിരിക്കും. മനസ്സിലായില്ലേ? അതിന് കണക്ക് പറയുമ്പോൾ വിഗ്രഹത്തിന് ഓരോ കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് ആ ദേവതയുടെ ഭാവത്തെ വിലയിരുത്തുന്ന ധ്യാന മന്ത്രങ്ങളെ തയ്യാറാക്കുന്നത്. 6.5 ചുറ്റിലുള്ളതാണ്. അപ്പോൾ ഈ 2 രീതിയിലാണ് അകത്തെ മുഖ്യമായി ഇരിക്കുന്നതും പുറമേ ഇരിക്കുന്നതും. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രാണന്റെ ഉദ്ധാനത്തിൻ്റെ പ്രതീകമാണ് നാഗം. മനസ്സിലാവുന്നുണ്ടോ? പ്രാണൻ എന്ന് പറയുന്നത് എപ്പോഴും സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? തരംഗ രൂപത്തിലാണ്. എനർജി അല്ലേ? നമ്മൾ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പറയും എനർജി തരംഗ രൂപത്തിൽ സഞ്ചരിക്കും. അതോ ഇങ്ങനെ നേരെ പോവുമോ? തരംഗ രൂപത്തിലാണ്. ഈ തരംഗ രൂപത്തിൽ തിരമാല പോലെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നാഗങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെയല്ലേ? നാഗങ്ങൾ പൊതുവിൽ പ്രതീകമായിട്ട് എടുത്തൊക്കെ നാഗം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? നേരെ അങ്ങ് പോകുന്നതാണോ? അത് ഇങ്ങനെ വളഞ്ഞാണോ പോണേ? അത് വളഞ്ഞ് ആണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ എനർജിയുടെ ഉയർച്ചയുടെ പ്രതീകമാണ്. എവിടെ നിന്ന്? നമ്മൾ പറഞ്ഞു പലപ്പോഴും മൂലാധാരത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? മൂലാധാരത്തിൽ നിന്ന് 6 പടികളുണ്ട് നമ്മുടെ ശരീരത്ത്. ഷഡാധാരം നമ്മൾ ശിവകീർത്തനത്തിലൊക്കെ പറഞ്ഞ 6 പടി. പടിയാറും കടപ്പതിന് അല്ലേ? ഹരിനാരായണ എന്നോ അല്ലെങ്കിൽ പടിയാറും കടന്നു ചെന്നാൽ ശിവനെ കാണാമെന്നൊക്കെ നമ്മൾ ചൊല്ലിയ 6 പടികളുണ്ട്. ഈ 6 പടികളിലൂടെയാണ് പൂർണ്ണജ്ഞാനത്തിലേക്ക് എത്തേണ്ടത്. ഇതിൽ ആദ്യത്തെ 3 പടി അവിടെ ഭൗതിക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക ജീവിതത്തിന്. കാരണം അത് പേര്, യശസ്, കീർത്തി, ധനം, തൊഴിൽ, ഇങ്ങനെ സമ്പത്ത്, പുത്ര സൗഭാഗ്യങ്ങൾ, ഇതെല്ലാം ആദ്യത്തെ 3 പടികൾ ഉണരുന്നതോടുകൂടി നേടുന്നതാണ്. ആ 3 പടികൾ ഉണരുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഘടകങ്ങളാണ് ആദ്യ ഭൗതിക പുരോഗതി. ഈ ഭൗതിക പുരോഗതി നേടിയതിന് ശേഷം അല്ലെങ്കിൽ അതിൽ തൃപ്തി വന്നതിന് ശേഷം മാത്രമേ ഈശ്വരാരാധനയിലേക്ക് പോകാവൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈശ്വരനെ മുമ്പിൽ ചെന്നിട്ട് ഭൗതികമായ കാമനകൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? ഭൗതികമായ പുരോഗതി നേടാതെ അല്ലെങ്കിൽ അതിൽ തൃപ്തരാകാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ മുമ്പിൽ ചെന്നാലും ഭഗവാനെ വേണമെന്ന് പ്രാർത്ഥിക്കില്ല. പിന്നെ എന്ത് പ്രാർത്ഥിക്കും? കാറ് വേണം, വീട് വേണം, ബാങ്കിലെ പൈസ വേണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വേണമെന്നുള്ള ഭൗതിക മോഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീഴുന്നത്. അപ്പോൾ ഭൗതികമായ പുരോഗതി നേടിയിട്ട് വേണം ആധ്യാത്മികമായ ഈശ്വരാരാധനയിലേക്ക് എത്താൻ. ഒന്നുകിൽ അത് നേടുകയും സംതൃപ്തനായിട്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് ഉപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ ചുറ്റമ്പലത്തിന് പുറത്ത് ഈ നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 3 ചക്രങ്ങളുടെ ഉയർച്ചയാണ് നാഗരാജാവിൻ്റെ സങ്കല്പം. ഏതൊക്കെ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. അധോ ചക്രങ്ങൾ എന്ന് പറയും. മനസ്സിലായില്ലേ? ഊർജ്ജം താഴോക്ക് വിടർന്നു നിൽക്കുന്നത്. അധോ ചക്രങ്ങൾ ഭൗതിക ജീവിതത്തെ ഉയർത്തുന്നതും ഊർജ്ജ ചക്രങ്ങൾ ആധ്യാത്മിക ജീവിതത്തെ ഉയർത്തുന്നതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭൗതികമായ ജീവിതത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള 3 ചക്രങ്ങളിലേക്ക് മൂലാധാരമായ ശക്തി ഉയർന്ന് അത് മുകളിലേക്ക് കടന്ന് അതെവിടെ എത്തണം? മണിപൂരകത്തിൽ പൂർണ്ണമാകും. അപ്പോൾ ഭൗതികമായ ജീവിതത്തിൽ സംതൃപ്തരായാൽ പിന്നെ അതിൽ ആശയുണ്ടോ? പിന്നെ ഭൗതികമായ വിഷയങ്ങളിൽ ആശയില്ല. അപ്പം മനസ്സെന്ത് ചെയ്യും? സംതൃപ്തി ആയതുകൊണ്ട് ആശകളെ ഉപേക്ഷിച്ച് നമുക്ക് പിന്നെ ആരെ നേടാം? ഭഗവാനെ നേടാം. അതിനാണ് ചുറ്റമ്പലത്തിനകത്ത് പിന്നെ ഈശ്വരൻ്റെ സ്ഥാനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഭൗതിക പുരോഗതി നേടി ആ ഭൗതികമായ ആശകളെ അവസാനിപ്പിച്ച് വേണം ഈശ്വരാരാധനയിലേക്ക് പ്രവേശിക്കാൻ. അടുത്ത ഘട്ടത്തിലാണ് ചുറ്റമ്പലത്തിനുള്ളിൽ ഈശ്വര ആരാധന. അപ്പോൾ അവിടെ 3 ചക്രങ്ങൾ വീണ്ടും ഉണ്ടല്ലോ അല്ലേ? 6 ചക്രങ്ങളിൽ 3 എണ്ണല്ലേ പറഞ്ഞോളൂ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. പിന്നുള്ള 3 ഏതൊക്കെയാ? അനാഹതം, വിശുദ്ധി, ആജ്ഞ. അങ്ങനെയാണ് 6 ചക്രങ്ങൾ. അടുത്ത 3 ചക്രങ്ങളുടെ ഉയർച്ചയ്ക്ക് ഒരു നാഗസങ്കല്പം ചുറ്റമ്പലത്തിനുള്ളിലുണ്ട്. അതെന്താ? ചുറ്റമ്പലത്തിനുള്ളിലുള്ള നാഗസങ്കല്പം ഏതാ? നാഗനുമായിട്ട് ബന്ധപ്പെട്ട് ഗണപതിയിലാണ്. ഗണപതിയുടെ പൂണൂൽ എന്ന് പറയപ്പെടുന്നത് നാഗമാണ്. നാഗയജ്ഞ ഉപവീതമേ നമ. ഗണപതിയുടെ മന്ത്രങ്ങളിൽ ഉള്ള മന്ത്രമാണ് നാഗ യജ്ഞ ഉപവീതം. മനസ്സിലായില്ലേ? ഗണപതിയുടെ ധരിച്ചിരിക്കുന്ന പൂണൂൽ എന്ന് പറഞ്ഞാൽ നാഗമാണ്.
അടുത്ത 3 ചക്രങ്ങളെ ഉയർത്തുന്നത് ഗണപതി. കാരണം ഈശ്വരാരാധനയിൽ ആദ്യത്തെ ദേവനാരാ? ഈശ്വരാരാധനയിൽ ആദ്യ ദേവനാരാ? ഗണപതിയാണ്. മനസ്സിലായില്ലേ? ആ ഗണപതിയിൽ ജ്ഞാനത്തിൻ്റെ പ്രതീകം. പൂണൂൽ എന്തിനാണ്? ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഏതെങ്കിലും സമുദായത്തിൽ ജനിച്ചതിൻ്റെ പ്രതീകമല്ല പൂണൂല്. പൂണൂല് ധരിക്കുന്നത് ജ്ഞാനം നേടാനുള്ള പരിശ്രമം നടത്തുന്ന ആള്, അല്ലെങ്കിൽ ജ്ഞാനം നേടിയ ആള്. മനസ്സിലായോ? അതിനുള്ള അർത്ഥത്തിലാണ് ഏത് ധരിക്കുന്നത്? പൂണൂല്. അല്ലാതെ ഭഗവാനെ പൂജിക്കാനുള്ള മന്ത്രം പഠിച്ച ആളെന്നുള്ള അർത്ഥത്തിലും അല്ല. ജ്ഞാനത്തെ നേട ഏതെങ്കിലും ഒരു ശാസ്ത്രതലത്തിൽ ജ്ഞാനത്തെ നേടിയാൽ പൂണൂല് ധരിക്കാം. ഇവിടെ ക്ഷേത്ര പൂജാരിമാർ മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ കുടിപ്പള്ളിക്കൂടത്തിലെ ആശാന്മാർ, വിദ്വാൻമാർ പൂണൂല് ധരിക്കുമായിരുന്നു. അതുപോലെ വാസ്തു വിദഗ്ധന്മാർ, ഈ തടിപ്പണിയിലൊക്കെ കണക്ക് അറിയാവുന്ന അതിൻ്റെ വാസ്തു വിദഗ്ധന്മാർ, കണക്കന്മാരെന്നൊക്കെ പറയും. ഇവിടുത്തെ എന്താ പേരെന്ന് എനിക്കറിയില്ല, അല്ലേ? അങ്ങനെയുള്ളവർ പൂണൂല് ധരിക്കുമായിരുന്നു. വീടിൻ്റെ സ്ഥാനമൊക്കെ കാണാനും ഒക്കെ വരുന്ന ആൾക്കാർ പൂണൂല് ധരിക്കുമായിരുന്നു. അങ്ങനെ ശാസ്ത്രങ്ങളിൽ ശില്പിമാർ പൂണൂല് ധരിക്കും. കണ്ടിട്ടുണ്ടോ? നല്ല ശില്പിമാർ, കഴിവുള്ള. അപ്പോൾ ഏത് മേഖലയിൽ കഴിവുണ്ടോ ആ മേഖലയിലുള്ള ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഏത്? പൂണൂല് എന്ന് പറയുന്നത്. ഇവിടെ ഗണപതി ധരിച്ചിരിക്കുന്ന പൂണൂല് നാഗത്തിൻ്റെതാണ്. നാഗത്തിൻ്റെ പൂണൂലിൻ്റെ പ്രത്യേകത എനർജിയെ ഉയർത്തുന്നത്, പ്രാണനെ ഉയർത്തുന്നത്. ഇവിടെ 5 തലയല്ലേ പറഞ്ഞത്, അല്ലേ? നാഗദൈവത്തിൻ്റെ തല എത്രയാ? 5 തലയാകുന്നത്. എന്തിനാ ഈ 5 തല? പ്രാണന്റെ 5 പ്രാണന്മാരുണ്ട്. ഏതൊക്കെയാ? പ്രാണൻ, സമാനൻ, ഉദാനൻ, അപാനൻ, വ്യാനൻ. മനസ്സിലായില്ലേ? അതായത് നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും പുറത്തോട്ട് വിടുന്ന പ്രക്രിയയിൽ സഞ്ചരിക്കുന്നതിനെ പ്രാണൻ എന്ന് പറയും. അകത്തോട്ടും പുറത്തോട്ടും അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങി. ഈ അകത്തേക്ക് കയറിയ സാധനം ആദ്യമായി കയറിയത് മുതൽ അവസാനം ശരീരം വിട്ട് പ്രാണൻ പോകുന്നത് വരെ ഇതിൻ്റെ ഒരംശം ഉള്ളിൽ തന്നെ സ്ഥിരമായി ഇരിക്കും. അതിനെയാണ് സമാനൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ സമാനമായി എപ്പോഴാണോ വിടുന്നത് ആ നിമിഷം ആ വ്യക്തിക്ക് മരണം. ആദ്യം നമ്മൾ ഈ വായു എടുക്കുമല്ലോ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആദ്യത്തെ ശ്വസനം എടുക്കുമ്പം തന്നെ പ്രാണന്റെ ഒരു ഭാഗം എവിടെ ഉറയ്ക്കും? നമ്മുടെ ഈ മധ്യഭാഗത്ത് അനാഹതത്തിൽ ഉറയ്ക്കും. മനസ്സിലായില്ലേ? ആ സാധനം എന്നാണോ വിടുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. ഈ ഉള്ളിലിരിക്കുന്ന പ്രാണനെ ശക്തിപ്പെടുത്താനാണ് അകത്തേക്കും പുറത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാഹം. അതിനെയാണ് പ്രാണൻ അകത്ത് ഉറച്ചിരിക്കുന്ന അംശത്തെയാണ് സമാനൻ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ഉദാനൻ എന്ന് പറയും. ഉദാനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉറച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനം. മനസ്സിലായില്ലേ? അതായത് അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഈ 4 പ്രക്രിയയിലേക്കുള്ള പ്രവർത്തനം. നമ്മുടെ ശിരസിൻ്റെ പ്രവർത്തനം, ഓർമ്മയുടെ പ്രവർത്തനം, ബുദ്ധിയുടെ പ്രവർത്തനം, ന്യൂറോ സംബന്ധമായ പ്രവർത്തനം. ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്യുന്ന വായു ഏതാണ്? ഉദാനൻ എന്ന് പറയും. ഈ ഉദാന വായുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പ്രഷർ കൂടി, സ്ട്രോക്ക് വന്നു, ഇതൊക്കെ വരുന്നത് എപ്പോഴാണ്? ഉദാന വായുവിൻ്റെ അളവിന് വ്യത്യാസം വരുമ്പോഴാണ്. ആ ഉദാന വായുവിനെ ക്രമീകരിച്ചാൽ അതിനെ ഇത്തരമുള്ള അവസ്ഥകളിലേക്ക് വരാതിരിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാലോ അടുത്തത് എന്ത് പറയും? അപാനൻ. അപാനൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്തിന് താഴോട്ട്, മനസ്സിലായില്ലേ? ഉപാജപ പ്രവർത്തനങ്ങൾ, പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ, മലമൂത്ര വിസർജനത്തിന് സഹായിക്കൽ, ഇതൊക്കെ ചെയ്യുന്ന വായുവാണ് ഏത്? അപാനൻ എന്ന് പറയുന്ന വായു. ആ വായുവാണ് നമ്മളെ ജനനേന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത്, മലമൂത്ര വിസർജനേന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതാണ് ആര്? അപാനൻ. ഈ അപാന വായുവിന് വ്യത്യാസം വരുമ്പോഴാണ് അവിടെ വാദസംബന്ധമായ രോഗങ്ങൾ, ചിലവർത്തിൽ വാദം കൊണ്ട് കാലനക്കാൻ വയ്യ, നടുവെടുക്കാൻ വയ്യ, ഗ്യാസിൻ്റെ കീഴ്വായു എന്നൊക്കെ പറയുന്നത് ഈ അപാന വായുവിൻ്റെ വ്യത്യാസം വരുമ്പോഴാണ്. ഇനി ഇത് കഴിഞ്ഞാലോ വ്യാനൻ എന്നൊരു വായു ഉണ്ട്. ആ വായുവിൻ്റെ പ്രത്യേകത എന്താ? എല്ലായിടത്തും സഞ്ചരിക്കുക. മനസ്സിലായില്ലേ? എല്ലായിടത്തും സഞ്ചരിക്കുന്ന എന്തിനാണ്? എല്ലായിടത്തേക്കുള്ള രക്തപ്രവാഹത്തെ, അതിനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്ന പ്രക്രിയയാണ് അവിടെ ആരുടെ ജോലി? വ്യാനൻ എന്ന ഭാവത്തിനുള്ളത്. നമ്മൾ കിണറ്റിൽ കിടക്കുന്ന വെള്ളം നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ അല്ലേ, അതിനെ നേരെ ടാങ്കിലെത്തിച്ച് തരുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ മോട്ടറിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന വായുവല്ലേ? ആണോ? വായുവാണ് അത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ മോട്ടറിൻ്റെ ലീവ് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വായുവാണ് ഈ വെള്ളത്തെ ഉയർത്തി എത്തിക്കേണ്ട സ്ഥലത്തെല്ലാം എത്തിക്കുന്നത്. അതുപോലെ ഈ വ്യാനൻ എന്ന വായു
നമ്മുടെ ശരീരത്തെ രക്തപ്രവാഹത്തെ എത്തിക്കും. അതിലൂടെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പോഷകാംശങ്ങളെല്ലാം എത്തിക്കും. ഈ പഞ്ചപ്രാണന്റെ പ്രതീകമാണ് 5 ശിരസ്. മനസ്സിലായില്ലേ? ഈ പ്രാണന്റെ ഉത്ഥാനം, ഉയർച്ച താഴ്ചകളെയാണ് നിർണ്ണയിക്കാനാണ് നാഗരാജാവ്. അപ്പം നമ്മൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നമ്മളെ മൂലാധാര ശക്തി ഉണർന്ന് ആ ശക്തി ഭൗതികമായ സർവ്വകാമനകളും നേടി സംതൃപ്തനായി അതിനുശേഷം നമ്മൾ ഗണപതിയിൽ തൊട്ട് ഈശ്വരാരാധന ആരംഭിക്കും. അവിടെ അനാഹതം തൊട്ട്. മനസ്സിലായില്ലേ? അവിടെ ആ എനർജി ഉണരേണ്ടത് അടുത്ത 3 ചക്രം 6 പടിയിൽ. അനാഹതം, വിശുദ്ധി, ആജ്ഞ. ആജ്ഞാചക്രം കടന്നാൽ 7ാമത്തെ സ്ഥാനം സഹസ്രാരം. അവിടെയാണ് പൂർണ്ണതത്വം. മനസ്സിലായില്ലേ? 7ാമത്തെ പടി സഹസ്രാരം, പൂർണ്ണതത്വം. നമ്മൾ പുരാണങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ 7ാമത്തെ ഒരു തലം പറയും. ഇപ്പോൾ ലളിതാ സഹസ്രാമം ചൊല്ലുമ്പോൾ നമ്മൾ 999ാമത്തെ മന്ത്രം ഓം ശിവശക്തി ഐക്യ സ്വരൂപിണ്യേ നമ. ഈ സഹസ്രാരത്തിലുള്ള ലിംഗത്തിൽ മൂലാധാര ശക്തി വന്ന് ചേരുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് കുചേലൻ പോകുന്ന തത്വം പറയും 7 നില മാളികയ്ക്ക് മുകളിൽ. അല്ലേ? ഭഗവാൻ എവിടെയുണ്ട്? 7 നില മാളികയ്ക്ക് മുകളിൽ. എന്താ 7 നില മാളിക? ഈ 7ാമത്തെ സഹസ്രാരതലം. അവിടെയാണ് ഈശ്വരൻ. അവിടേക്ക് നമ്മുടെ പ്രാണൻ എന്ത് ചെയ്യണം? ചിട്ടയായി ഉയർത്തപ്പെടണം. ഈ പ്രക്രിയ മനസ്സിലാക്കി പ്രാണശക്തിയെ വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിതക്രമത്തെ ഉയർത്താനാണ് ക്ഷേത്രങ്ങളിൽ ഏത് പ്രതിഷ്ഠ? നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളുടെ ചൈതന്യം ഉണരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാണ ചൈതന്യം വർദ്ധിക്കണം. അപ്പോൾ പ്രാണന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നാമം ജപിക്കുന്നത് തന്നെ എന്തിനാണ്? നാമം ജപിക്കുമ്പോൾ ഒരു കൃത്യമായ ചിട്ടയിൽ നാമം ജപിക്കുമ്പോൾ ശ്വസനത്തിന് താളാത്മകതയുണ്ടാവും. ശരിയല്ലേ? സംഗീതം ദേവതാ പൂജയുടെ ഭാഗമായി മാറുന്നത് എന്തുകൊണ്ടാണ്? സംഗീതം ദേവതാ പൂജയുടെ സംഗീതം കൃത്യമായിട്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ശ്വാസഗതി കൃത്യമാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ശ്വാസഗതിയെ കൃത്യമാക്കാൻ ഇതിലൂടെ സാധിക്കും? സംഗീതത്തിലൂടെ സാധിക്കും. മന്ത്രം ജപിക്കുക, അല്ലേ? സ്ഥിരമായി ഇഷ്ടദേവതാ മന്ത്രം ജപിക്കാൻ. കാരണം എന്താ? ഒരു മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രാണ ചൈതന്യത്തെ എന്ത് ചെയ്യും? ഉയർത്തും. ഇപ്പോൾ ഭഗവത്ഗീത ചൊല്ലിയാൽ പ്രാണായാമം ചെയ്യുന്നതിന് തുല്യമാണ്. ഭഗവത്ഗീത കൃത്യമായി ആ ഗീത ചൊല്ലുന്ന തത്വത്തിൽ ഗീത ചൊല്ലിയാൽ ഓരോ ശ്ലോകങ്ങളും ശ്വാസം ഉള്ളിലെടുത്ത് ആ ശ്വാസം എടുത്തു കഴിഞ്ഞ് ചൊല്ലി ആ ഓരോ ശ്ലോകം തീരുമ്പോൾ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിട്ട് ഒരു പ്രാണായാമം ചെയ്യുന്നതിന് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ തത്വത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഗണേശൻ്റെ മുമ്പിൽ നമ്മൾ ഏത്തമിടുക എന്നൊരു സംസ്കാരം. അല്ലേ? ഗണപതിയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത്തമിടും. എന്തിനാണ് ഏത്തമിടുന്നത്? നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള തെറ്റ് ചെയ്തത് പൊറുക്കാനാണ്. തെറ്റ് ചെയ്യാതിരുന്നാൽ പോലെ അതല്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തിരിച്ചെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലെ കുട്ടികളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? ആ വീട്ടിലെ കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വീട്ടിലെ മുതിർന്നവരെന്ത് ചെയ്യും? ഏത്തമിടാന്ന് പറയും. പിടിച്ചു നിർത്തി ഏത്തമിടിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റ് പറ്റിയാൽ ഏത്തമിടുക. അവിടെ അതല്ല അതിനർത്ഥം. തെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? തെറ്റ് ചെയ്യുന്നത് ദുർവൃത്തിയിലേക്ക് വരുമ്പോഴല്ലേ? ബുദ്ധി ശരിയാവാത്തപ്പോഴല്ലേ നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ശിക്ഷയുമായി ബുദ്ധിയെ കറക്റ്റ് ചെയ്യാനാണ് ഏത്തം. ഏത്തം ഇടുന്ന സമയത്ത് എങ്ങനെയാണ് ഏത്തം ഇടേണ്ടത്? ഏത്തം ഇടുന്നത് എങ്ങനെയാണ്? ക്ഷേത്രത്തിൽ ഗണപതിയുടെ മുമ്പിൽ. ഇന്ന് ക്ഷേത്രങ്ങളിൽ പോലും ഏത്തം ഇല്ലാത്ത അവസ്ഥയിലാണ്, അല്ലേ? ചിലരൊക്കെ ഈ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. ഈ കൈ ഇങ്ങനെ വെച്ചിട്ടില്ല, ട്രാൻസ്ഫോമറിൻ്റെ പുറകെ ചിഹ്നം ഇരിക്കുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ട് തലയിട്ടൊരു വിളിയുണ്ട്, ഗണപതി ബാ പോവാം. അതാണോ ഏത്തം? അല്ല. ചെവിയിൽ പിടിക്കണം. ചെവിയിൽ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലത് കൈ എപ്പോഴും മുന്നിലായിരിക്കും, ഇടത് കൈ പിന്നിലായിരിക്കും. ഈ കൈകൾ വന്ന് പിടിക്കുമ്പോൾ നമ്മുടെ ഈ കമ്മലൊക്കെ ഇടുന്നൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്താണ് പിടുത്തം വീഴേണ്ടത്. വെറുതെ പിടിച്ചാൽ പോലെ ഒന്ന് അമർത്തണം. അവിടെ ചെറുതായിട്ടൊന്ന് അമർത്തണം. ഒരു ചെറിയ വേദന അവിടെ ഉണ്ടാവണം. കാരണം ആ സമയത്ത് ചെറിയൊരു വേദന ഉണ്ടായാൽ രക്തപ്രവാഹവും ശ്രദ്ധയും അവിടേക്ക് വരും. നമ്മൾ അശ്രദ്ധ മാറ്റാൻ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ചെവി. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഈ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ആദ്യം പിടിക്കുന്നത് എവിടെയാണ്? ഉറക്കം തൂങ്ങിയിരുന്നാലും പഠിക്കാതിരുന്നാലും ആദ്യം പിടിക്കുന്നത് എവിടെയാണ്? അല്ലേ? ചെവിയെ പിടിച്ചാൽ മാനം ഉണരും. അതുകൊണ്ടാണ് ചെവിയെ പിടിച്ച് മാനം കാണിക്കുക എന്നൊക്കെ പറയണത്. ഇവിടെ ഒന്ന് അമർത്തി ഈ വിരൽ വെച്ച് എന്ത് ചെയ്യും? ഒന്ന് അമർത്തും ചെറുതായിട്ട്. അങ്ങനെ അമർത്തുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഗ്രന്ഥികളെല്ലാം ഉണരും. മനസ്സിലായില്ലേ? എല്ലാ ഗ്രന്ഥികളും ഒന്ന് പോസിറ്റീവായിട്ട് എല്ലാ ഗ്രന്ഥികളും ഉണരും.
അങ്ങനെ ഉണർന്നു കഴിഞ്ഞാലോ കാലുകൾ ക്രോസായിട്ട് വെക്കും അല്ലേ? കാലുകൾ ക്രോസായിട്ട് വെക്കും. വലത് കൈയാണ് മുന്നിൽ വരുന്നത്. അപ്പോൾ കാല് ക്രോസായി വെക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇടത് കാല് മുന്നിൽ വരണം. വിപരീതമാണ്. കാരണം നമ്മൾ ത്രീ നാഡികൾ കടന്നു പോകുമ്പോൾ ഇടപിംഗല നാഡികൾ ഇങ്ങനെ ക്രോസ് ചെയ്താൽ പോകണേ. നമ്മൾ ഈ ഡോക്ടർമാരുടെ എംബ്ലം കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വടിയുടെ ചുറ്റും ഒരു 2 പാമ്പ് ഇങ്ങനെ വന്ന് പിണഞ്ഞിരിക്കുന്നതാണ്. ഇനിയെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ അവരുടെ സ്റ്റിക്കർ വണ്ടിയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്നിടത്ത്. കാര്യം ഇത് നാഡികളാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ പിണഞ്ഞിരിക്കുന്ന സർപ്പങ്ങളാണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് കാലുകളും പിണച്ച് വെക്കണം. കാരണം എന്താ? ശരീരത്തിൻ്റെ വായുവിൻ്റെ പ്രവർത്തനം കൈകളിലേക്കും കാലുകളിലേക്കും നഷ്ടപ്പെടാതെ ശരീരം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ അരക്കെട്ടിൽ തൊട്ട് തുടങ്ങി നമ്മുടെ ഈ ശിരസിന് താഴ്വശം വരെ വരുന്ന ഭാഗമാണ് ശരീരം എന്ന് പറയുന്ന പ്രധാന ഭാഗം. ബാക്കിയുള്ളതിൻ്റെ അവയവങ്ങളാണ് കൈയും കാലും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഈ ഭാഗത്താണ് ഈ 6 ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? മൂലാധാരം നട്ടലിൻ്റെ താഴെയായിട്ട് തുടങ്ങി നട്ടൽ അവസാനിക്കുന്ന സ്ഥലം വരെ. അപ്പോൾ ഈ 6 ചക്രങ്ങൾ കൃത്യമായി ഊർജ്ജവൽക്കരിക്കപ്പെടണം. അതുകൊണ്ട് കാലുകൾ ക്രോസ് ചെയ്ത് വെക്കും. ഇനി അത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ചിലരൊക്കെ ഏത്തവിടുന്നത് മുന്നോട്ടൊക്കെ കുനിഞ്ഞിട്ട് തല അങ്ങോട്ടും കുലുക്കും, അരക്കെട്ട് ഇങ്ങോട്ടും കുലുക്കും. ഈ ടിപ്പർ വണ്ടിയിൽ മണ്ണ് കൊണ്ട് തട്ടുന്നതാണ്. അടുത്തോട് ആരെങ്കിലും വന്നാൽ തട്ടി ദൂരേക്ക് ഇടുകയും ചെയ്യും. അങ്ങനെയല്ല, നേരെ താഴേക്ക് ഇരുന്ന് വരുന്ന കണക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മളൊരു താഴേക്ക് ഇരിക്കുന്നതാണ്, കസേര ഇരിക്കുന്നതാണ്. കൈയുടെ മുട്ട് കഴിയുമെങ്കിൽ ഏറ്റവും ഭൂമിയിൽ സ്പർശിക്കുന്ന രീതിയിൽ പരിശീലിച്ച് തുടങ്ങിയ കുട്ടിക്കാലത്ത് തുടങ്ങിയാൽ സാധിക്കില്ലെങ്കിലോ കാലിൻ്റെ മുട്ടുവരെങ്കിലും താഴേക്ക് വരണം. അപ്പം നമ്മുടെ നട്ടലിൻ്റെ കശേരുക്കളൊന്ന് അമർന്ന് വരും. ഇത് അമരുമ്പോൾ എന്ത് ചെയ്യും? സ്പ്രിങ് ആക്ഷൻ പോലെ നമ്മുടെ ഇടപിംഗല നാഡികളും സുഷുമ്നാ നാഡിയും ഒന്ന് അമർന്ന് വരും. നമ്മളെ ഈ 6 പടികളും ഒന്ന് അമർന്ന് വരും. നമ്മൾ താഴേക്ക് ഇരിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടും ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ശരീരം സങ്കോചിക്കും. അപ്പോൾ ശ്വാസം പുറത്തേക്ക് വിടും. നുവരുന്ന സമയത്തോ നുവരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. നമ്മൾ ഇരിക്കുമ്പോൾ പതുക്കയിൽ ഇരിക്കുമോ പടവൊന്നും ഇരിക്കും ഇല്ല, വളരെ പതുക്കെ. അപ്പോൾ അത്രയും ടൈം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് നുവരുമ്പോൾ അത്രയും ടൈം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ഉള്ളിലേക്ക് പുറത്തേക്ക് വിടുമ്പോഴോ ശരീരത്തിൻ്റെ ദുർവായുക്കളെല്ലാം പുറത്തേക്ക് പോകും. മനസ്സിലായില്ലേ? മുഴുവൻ വായുവും പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല ശുദ്ധമായ വായു ശരീരം മുഴുവൻ വന്ന് നിറയും. രക്തപ്രവാഹമൊക്കെ ഊർജ്ജസ്വലമാക്കി മാറ്റും. അപ്പം ഒരു പുതിയ എനർജി നമ്മുടെ ശരീരത്തേക്ക് സാംക്രമിക്കും. ആലസ്യം, മടി, അലസത എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുമാറും. എനർജിയുടെ പ്രവാഹം ഒരു യോഗ സിദ്ധാന്തമാണ് ഏത്തമിടിയിൽ. മനസ്സിലായില്ലേ? അങ്ങനെ ഏത്തമിടുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള രോഗകാരണങ്ങളായിട്ടുള്ള ഏതാണ്ട് 90% ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതാക്കാൻ ഏത്തം എന്ന പ്രക്രിയ കൊണ്ട് സാധിക്കും. അത്രയും ശ്രേഷ്ഠമായ ആരോഗ്യ പദ്ധതി കൂടിയിട്ടാണ് നമ്മുടെ ഈശ്വരാരാധന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളിത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഇതിലിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ ഗൂഗിളൊക്കെ എടുത്ത് സെർച്ച് ചെയ്യാൻ അറിയാവുന്നവരാണ് അല്ലേ? നിങ്ങൾ സൂപ്പർ പവർ ഓഫ് യോഗ എന്നൊന്ന് അടിച്ചു നോക്കിയാൽ ഈ ഏത്തം ഇടുന്ന പടവും ഇത് ഇന്ന് നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെയും ചിത്രങ്ങൾ, അതിൻ്റെ രാജ്യങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് യൂറോപ്പ് അടക്കമുള്ള ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ അവർ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അവർ നമ്മുടെ ഏത്തം, മനസ്സിലായില്ലേ, അവരതിന് പേരിട്ടിരിക്കുന്ന സൂപ്പർ പവർ ഓഫ് യോഗ. കാരണം എന്താ? പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാൻ, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ, ഉന്മേഷത്തെ വർദ്ധിപ്പിക്കാൻ, പ്രാണശക്തിയെ വർദ്ധിപ്പിക്കാൻ ഈ പ്രക്രിയയ്ക്ക് കഴിവുണ്ട്. എന്നിട്ട് അവരതിൻ്റെ ഈ ഉടമസ്ഥാവകാശം എഴുതി വെച്ചിരിക്കുന്നത് ചിയാങ്കോ സൂനി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ്. നമ്മുടെ ഭാർഗവൻ കൊച്ചാട്ടനും നമ്മുടെ പരമേശ്വരൻ കൊച്ചാട്ടനും അല്ലെങ്കിൽ നമ്മുടെ കല്യാണി അമ്മയും ചെല്ലമ്മയമ്മയൊക്കെ വർഷങ്ങളായി ഇട്ടുകൊണ്ടിരുന്ന ഇവിടെ ഈ ഏത്തത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാത്തത് കൊണ്ട് നാട്ടുകാരൻ ഇത് എന്ത് ചെയ്തു? അവരത് അവരുടെ കണ്ടെത്തലായിട്ട് അവതരിപ്പിച്ച് ഇന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുള്ള സ്കൂളുകളിൽ, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ഓട്ടിസമൊക്കെ വായിച്ച കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്കൂളിലെ കുട്ടികളെ നിർബന്ധപൂർവ്വം ഓരോ നിശ്ചിത സമയം വിടുമ്പോഴും ഏത്തം വിടിയിക്കും സ്കൂളുകളിൽ തന്നെ. നിങ്ങൾ പോയിട്ട് നോക്കിയാൽ മതി, ഒന്ന് സെർച്ച് ചെയ്ത് ഇന്നത്തെ ഈ ഗൂഗിൾ പോലെയുള്ള സാധനത്തിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും സൂപ്പർ പവർ ഓഫ് യോഗ. ഈ ഏത്തവിടിയിലാണ്. നമ്മളതിൻ്റെ മഹത്വം മറന്നു, നമ്മൾ ഏത്തവിടിയിലൊക്കെ ഉപേക്ഷിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഓരോ ആരാധനകളും നമ്മുടെ ഓരോ ആചാരങ്ങളും വളരെ ശ്രേഷ്ഠമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം.
കേവലം കുറച്ച് കഥകളായിട്ട്, കുറേ ചരിത്രങ്ങളായി, കുറേ അസുരന്മാരെ കൊന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള യുദ്ധം ചെയ്ത് നമ്മൾ ചോദിക്കുന്ന വരമൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ദേവതമാരെ അവതരിപ്പിച്ച ഒരു രീതിയല്ല നമ്മുടെ പുരാണങ്ങൾ. നമ്മുടെ ഈശ്വരാരാധനയും ക്ഷേത്രാരാധനയും ഒക്കെ ശാസ്ത്രീയമാണ് എന്ന ബോധത്തോടു കൂടി വീണ്ടും വണ്ണം ഇതിനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ പിന്തുടരുമ്പോഴാണ് അവ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഗുണകരമായി മാറുന്നത്. ഇവിടെ നാഗാരാധനയുടെ തത്വം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഗുരുദേവൻ്റെ ഒരു കൃതിയുണ്ട്, ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദ പുനം കണ്ടു നീ ആടുപാമ്പേ. കുണ്ടിലിനി പാട്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട്, നമ്മുടെ ശരീരത്തെ പ്രാണശക്തിയുടെ വർധനവാണ്. ഈ നിലയിൽ നമ്മൾ ക്ഷേത്രത്തിലെ ഓരോ ഭാഗത്തെയും ഓരോ ആരാധനകളെയും നമ്മൾ ആ നിലയിൽ കണ്ട് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലൂടെ നമ്മുടെ ശരീരത്തെ ചിട്ടപ്പെടുത്തേണ്ട ഘടകങ്ങളെ മനസ്സിലാക്കി ചിട്ടപ്പെടുത്തി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ദേവതാ ചൈതന്യം വർദ്ധിച്ചു കുടിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിലും ആ ദേവതാ സ്വരൂപമാകുന്ന ആത്മശക്തിയെ അനുഭവിക്കുവാനാണ് ക്ഷേത്രം. മനസ്സിലായോ? ആ നിലയിലേക്കുള്ള ഭക്തന്മാരായി തീരാനുള്ള പരിശ്രമം, അതിനനുസരിച്ച് നമ്മുടെ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള വേദിയായിട്ടൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം, സത്സംഗങ്ങളുടെ കേന്ദ്രങ്ങളായി മാറണം. അതിനൊക്കെയുള്ളൊരു പ്രേരണ നമ്മുടെ ഈ ചിന്തകളിൽ നിന്നുണ്ടാകട്ടെ എന്നുകൂടി